ഇപ്പം എല്ലാവർക്കും എൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പം ഇന്നത്തെ യാത്ര വീടിൻ്റെ അടുത്തേക്ക് തന്നെയാണ്. ഇന്നൊരു സൺഡേ റൈഡാണ്. അപ്പോൾ ഒരു അടിപൊളി പ്ലേസിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് വരാം. അപ്പം നമ്മുടെ സാൻഡ് കുറുക്കാൻ ഇതവിടെ റൈഡിന് തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ദിവസങ്ങളായിട്ട് ഇവൻ നമ്മുടെ റൂമിൽ തന്നെ കേട്ടാ. പുറത്ത് നല്ല മഴയും കാര്യങ്ങളായതുകൊണ്ട് ഇവൻ അകത്തിട്ടു. അപ്പം ഇന്നൊന്ന് പുറത്തെടുത്തിട്ടൊന്ന് കറങ്ങണം. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ റൈഡിന് ശേഷം. അപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് തൃക്കുന്ന് ക്ഷേത്രത്തിൻ്റെ മുന്നിലാട്ടോ. തൃക്കുന്ന് ശിവക്ഷേത്രത്തിൻ്റെ മുന്നിലാണ്. ഭക്തരായുള്ള ആളുകൾക്ക് ഇത് രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതേ മണലൂർ സ്റ്റീൽ പാലം എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ എത്തിക്കുന്നത് സ്റ്റീൽ പാലത്തിൻ്റെ അവിടെ. ഇവിടെ നല്ല കാഴ്ചകളായി, ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാട്ടാ. വ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ അതിൽ വ്യൂ ആണ്. കണ്ടൽക്കാടൊക്കെ കണ്ടോ? ഇതിനിടെ കണ്ടൽക്കാട്. ഈ കണ്ടൽക്കാടുകൾ ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് ചേട്ടന്മാർ ഇത് രാവിലെ ഇരുന്ന്
ചായക്കും കുടിച്ച് വർത്താനം പറഞ്ഞിരിക്കുക. അടിപൊളി. ഇത് ഇവിടെ നിന്നുള്ളതാണ് ഈ കാണുന്നത് കേട്ടോ, ചെമ്മീൻ കെട്ടുകൾ. ചെമ്മീനെ വളർത്തുന്ന സ്ഥലമാണ്. സൂപ്പർ വ്യൂ. എത്ര ഏരിയ ഉണ്ട് നോക്കി, കുറേ അധികം ഏരിയ കിടക്കുന്നുട്ടത് ചെമ്മീൻ കെട്ട്. അത് സംരക്ഷിച്ച് വലയ്ക്കും കെട്ടി സംരക്ഷിച്ച് പോകുന്നുണ്ട്. അവിടെ ചേറെടുക്കുന്ന കാര്യത്തിൽ ഈ വഴി നോക്കി. മാമ ഈ വഴി എവിടേക്കാ പോണേ? ഈ വഴി അതെ ഇങ്ങനെ തന്നെയാ, റോഡും വെള്ളമൊക്കെ ആയിട്ട് തന്നെയാ? ആ അടിപൊളിയല്ലേ, പോയി നോക്കാം. മാമ പറഞ്ഞ അടിപൊളിയാന്നാ, പോയി നോക്കാം. അപ്പോഴേ ചുറ്റിനും ഇതേപോലെ പുഴയും അതിൻ്റെ നടുക്കൂടെ റോഡും തെങ്ങും തുരുത്തുകളുമായുള്ള ഒരു മനോഹരമായിട്ടുള്ള പ്ലേസാണ് കേട്ടത്. അതേ നമ്മുടെ സാൻഡാനെ ഇവിടെ ഞാൻ നിർത്തിയിട്ടുണ്ട്. ചെറിയ റൈഡ് എനിക്ക് വരാൻ പറ്റിയൊരു ഇടം കണ്ടോ, ഭംഗിയുള്ള സ്ഥലം നോക്കി. ഇവിടെ ഒരുപാട് റിസോർട്ടുകളും അതേപോലെ തന്നെ ഈ വഞ്ചികളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഹൗസ് ബോട്ടുകളുണ്ട്, വഞ്ചികളല്ല ഹൗസ് ബോട്ടുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഫുഡൊക്കെ നിങ്ങൾക്ക് കഴിക്കാനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഷാപ്പ് കറികളൊക്കെ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഈ ലൊക്കേഷൻ വരുന്നത് മണലൂർ പാലാഴി എന്ന് പറയുന്ന പ്രദേശമാട്ടാണ്, തൃശ്ശൂർ ജില്ലയിലാണ് വരുന്നത്. തൃശ്ശൂർ കടികൾക്ക് എളുപ്പം വരാൻ പറ്റുന്ന ഒരു ഇടം തന്നെയാണ് ഇത്. അപ്പോൾ എല്ലാവർക്കും ഈ സ്ഥലം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഒരു ചെറിയ റൈഡാണ്, ഒരു അടിപൊളി സ്ഥലമുണ്ട്. അപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇന്നത്തെ എപ്പിസോഡ് ഇത്ര തന്നെയുള്ളൂ. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം.